ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. സാർ ഇന്ന് വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാം ഒപ്പം തന്നെ നമ്മളെ തൊട്ട് മുന്നേറ്റം നടക്കുന്ന നമ്മുടെ മോഡൽ എക്സാം ഒക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലേ. നിങ്ങളൊക്കെ പഠിക്കണം അല്ലെ, എങ്ങനെയൊക്കെ പഠിക്കേണ്ടി വരുന്നുള്ള ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ നിൽക്കുകയായിരിക്കും. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാർക്ക് ഫുൾ മാർക്ക് വേണ്ടി വരില്ല, ചില ആൾക്കാർക്ക് A+ മതിയാവും, ചില ആൾക്കാർക്ക് പാസ്സായാൽ മതിയാവും, എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നുള്ള ഒരു മൈൻഡിലൊക്കെ നടക്കുന്നുണ്ടാവാം. ഓക്കെ, എന്താണെങ്കിലും സാർ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഡെറിവേഷൻസ്, നിങ്ങളുടെ എക്സാമിന് ഡെറിവേഷൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. എല്ലാ ചാപ്റ്ററിലും അല്ലെ, എല്ലാ ചാപ്റ്ററിലും പറയില്ല, ഒട്ടുമിക്ക ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ഡെറിവേഷൻസ് നമ്മുടെ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഡെറിവേഷൻസിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് സാർ എന്തെടുത്തിട്ടുണ്ട്, നമുക്ക് ആ ഒരു 2025 പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സാർ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അകത്ത് ഡെറിവേഷൻസിന് മാത്രം എത്രത്തോളം മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഇവിടെ നോക്കിയതാ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുള്ള ചെറിയൊരു ഡെറിവേഷൻ ആണ്. അത് ഡെറിവേഷന്റെ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അത് ഏകദേശം എന്താണ്, ഒരു ചെറിയ ടൈപ്പ് ഓഫ് ഡെറിവേഷൻ ആണ്. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും. റെഡി, സെറ്റ് അല്ലേ? അതാണ് നമുക്ക് ആദ്യം വന്നുള്ള ഡെറിവേഷൻ. എത്ര മാർക്കിനാണ്? നമ്മൾ 2 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. തുടങ്ങി നമ്മളെ ഡെറിവേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഡെറിവേഷൻ എവിടെ വരുന്നത് നമുക്ക് നോക്കാം. നോക്കിയതാ, പിന്നെ നമുക്ക് ചോദിച്ചതാ 15ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് 2 മാർക്ക് നമുക്ക് എഗെയിൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡെറിവേഷന്റെ സെഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. പ്ലസ് ടു ഫിസിക്സുകാർക്ക് ചോദിച്ചിട്ടുള്ള എക്സാം പേപ്പറിൽ, അല്ലെങ്കിൽ +2 ഫിസിക്സുകാർക്ക് ഫിസിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. റെഡിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എവിടെയുള്ളതാ? 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഹൈജൻസ് പ്രിൻസിപ്പിൾ, വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, പിന്നെ നമുക്ക് എവിടെ വന്ന് നോക്കാലോ. പിന്നെ നോക്കിയത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഡെറിവേഷൻ ആയിട്ട്. കാരണം ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ സിംഗിൾ ഡെറിവേഷൻ നല്ല വെയിറ്റേജ് അല്ലെങ്കിൽ നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവസാനത്തേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ഡെറിവേഷൻ ഒക്കെ അധികവും കാണാൻ പറ്റുക അല്ലെ. നമ്മുടെ കപ്പാസിറ്റൻസ് അല്ലെ, അതിന്റെ കോമ്പിനേഷന്റെ ആ ജസ്റ്റ് എന്ത് ചെയ്യുക, ചെറിയൊരു ഡെറിവേഷൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ. പിന്നെ എന്താണ് നമ്മുടെ വീസ്റ്റൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, അതും ചോദിച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ സ്പെരിക്കൽ ഷെല്ല് കാരണം ഉണ്ടായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ, അതും ചോദിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ 2 ക്വസ്റ്റനിൽ ഔട്ട്സൈഡ് സ്പെരിക്കൽ ഷെൽ ചോദിച്ചിട്ടുണ്ട്, ഓൺ ദ സർഫസ് ഓഫ് ദി സ്പെരിക്കൽ ഷെൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നമുക്ക് എവിടെയാണോ നോക്കിയാലോ, അടുത്ത അവസാനത്തേക്ക് ഇതാ 27ാമത്തെ ക്വസ്റ്റ്യനിൽ 2ാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ കറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഫേസർ ഡയഗ്രാം. ഇമ്പോർട്ടന്റ് ആ ഫേസർ ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെച്ചോ അല്ലെ. ഇൻഡക്ടർ, കപ്പാസിറ്റർ, അതേപോലെ തന്നെ റെസിസ്റ്റർ, 3 നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിന്റെ കോമ്പിനേഷൻ, സീരീസ് കോമ്പിനേഷൻ ആയിട്ടുള്ള LCR സർക്യൂട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. ഓക്കെ, ആൻഡ് നോക്കിയതാ 29ാമത്തെ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ യെസ്, നമ്മുടെ പ്രിസത്തിന്റെ ഏരിയയിൽ നിന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അവിടെ ഒരു ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൽ മാത്രം നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ 2 മാർക്ക്. 2 + 3 5, 5 + 2 7, 7 + 3 10, 10 + 3 13, 15. ഓക്കെ, 15 കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് 15 18. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് കൊടുത്തില്ല, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ 18 വന്നു. 18 കഴിഞ്ഞിട്ട് 20. ഓക്കെ, 20 കഴിഞ്ഞിട്ട് 22. ഓക്കെ, 22 22 മാർക്കിന് മാത്രം ഡെറിവേഷൻ ചോദിച്ചതാണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം എന്തായാലും നമുക്ക് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയാണ്. പ്രോബ്ലം നമ്മുടെ ന്യൂമറിക്കൽ ഏരിയ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. പല ആൾക്കാർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ട്, നമ്മളെ ഡെറിവേഷൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല, അത് കുറഞ്ഞു വരികയാണ്. നമുക്ക് ഇനി മുന്നോട്ടേ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. ഓക്കെ, തെറ്റിദ്ധാരണയായിട്ട് എടുക്കേണ്ട. പക്ഷേ എല്ലാ രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഡെറിവേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മാർക്കിന് എപ്പോഴും എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഡെറിവേഷൻ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. അതിന് പുറമേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ എന്തായാലും പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാമുകളിലേക്ക് കയറാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഓർമ്മിക്കുക, ഒന്നുകൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റെഡി അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് 22 മാർക്കിന് ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡെറിവേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം സിമ്പിൾ അല്ല. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഒഴിച്ചുകൂടരുത്. ആ 22 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫുൾ മാർക്കിലേക്ക് എത്താൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്കായിരിക്കും. അത് നിങ്ങൾ മിസ്സാക്കരുത്. റെഡി അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ആ ഒരു ഡെറിവേഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ എക്സാമിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.